സോദരരെ മംഗളമംഗളമേ, ഇവരെന്നേക്കും നിന്റെ നാമത്തിൽ മഹത്വമംഗളമേ. ജഗദീശ ഈ ഭവനത്തെ എന്നുമേ കാക്കണമേ, ഇവരെന്നേക്കും നിന്റെ നാമത്തിൽ മഹത്വമംഗളമേ. കാറ്റിന്റെ കിന്നരം മീട്ടുന്നു നിന്നോടെ നിത്യവിശുദ്ധ ഗീതം. പാപികൾക്ക് ആശ്വാസമേകും വജസ്സിന്റെ പൂമണി പങ്കിടാവേ. താരപദങ്ങളിൽ നിന്നുതിർന്നിടുന്നു സ്വർഗീയ മന്ദഹാസം. ഭൂമിയെ സ്നേഹത്തിനാരമമാക്കുവാൻ വന്നു പിറന്ന നാടാ. മഞ്ഞിന്റെ മാറാല നീങ്ങുന്നു, വിണ്ണിലെ താരകം കൺ തുറന്നു. മണ്ണിൽ സമാധാന പാലകനാമുണ്ണി പുൽക്കൂട്ടിൽ പുഞ്ചിരിച്ചു. ആകാശമേഘങ്ങൾ കൽപ്പിച്ചയച്ചൊരു ആനന്ദഗാനമാരി. മാലാഖമാർ വന്നു തൂകുന്നു, സ്നേഹത്തിൻ ദീപം തെളിഞ്ഞിടുന്നു. മംഗളമംഗളമേ, സോദരരെ മംഗളമംഗളമേ, ഇവരെന്നേക്കും നിന്റെ നാമത്തിൽ മഹത്വമംഗളമേ. ജഗദീശ ഈ ഭവനത്തെ എന്നുമേ കാക്കണമേ, ഇവരെന്നേക്കും നിന്റെ നാമത്തിൽ മഹത്വമംഗളമേ. സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാം ഞങ്ങളിതാ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാം ഞങ്ങളിതാ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ചു ബാലകരാം ഞങ്ങളിതാ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. നിൽക്കൂ മകനെ, എന്താണ് നിന്റെ പേര്? ആരാണ് നീ? എന്തിനാണ് ഈ അന്യായം ചെയ്തത്? എനിക്ക് ജീവിക്കാൻ പണം വേണം. അതിനായി ഞാൻ എന്തും ചെയ്യും. എൻ്റെ ദൗത്യം ഇന്നത്തേക്ക് പൂർത്തിയായി. നിൽക്കൂ, ഞാനൊന്ന് പറയട്ടെ മകനെ. എനിക്ക് വേണമെങ്കിൽ നിന്നെ അവർക്ക് കാണിച്ചു കൊടുക്കാമായിരുന്നു. എന്താ കാണിച്ചു കൊടുക്കാതിരുന്ന? പോയി കാണിച്ചു കൊടുക്ക്. താൻ ആരാ ഇതൊക്കെ പറയാൻ? ഞാൻ ആരാണെന്ന് പറയാം. ഒരു സത്യവിശ്വാസി, ഈശോയുടെ വിശ്വാസി. ആ ഈശോയെ നീ അറിയുമോ? ഈശോ? ആരാണത്? ഈ ലോകത്തിലുള്ള
സകല പാപികളെയും സ്നേഹിക്കുകയും അവരെ നേർവഴിക്ക് നടത്തുകയും ചെയ്യുന്നവൻ. സ്നേഹം. 12-ാം വയസ്സിൽ തൊട്ടടുത്തിരുന്ന കൂട്ടുകാരൻ ജോസിന് അവൻ്റെ അപ്പൻ കൊണ്ടു കൊടുത്ത ഒരു കഷ്ണം മുട്ടായി ചോദിച്ചപ്പോൾ അവൻ തന്നില്ല. കയ്യിലിരുന്ന പെൻസിൽ കൊണ്ട് അവൻ്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിച്ചു. അന്ന് സ്കൂളിൽ നിന്ന് പുറത്തു ചാടി. ഇന്ന് വരെ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല, നിങ്ങൾ പറയുന്ന യേശു പോലും. മകനെ, അവൻ്റെ സ്നേഹം അതിരുകളില്ലാത്തതാണ്. അതിന് നീ അവനെ അറിയണം. അവന് ജന്മം നൽകിയ ആ ദിവ്യ കന്യകയെ നീ അറിയണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യൂദയായിൽ നടന്ന ഒരു സംഭവം നിന്നോട് ഞാൻ പറയാം. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം? മറിയം, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ വലിയവളാകുന്നു. എന്താണ് എനിക്കുള്ള സന്ദേശം? മറിയം, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ മാലാഖയാകുന്നു. അവിടുന്ന് കൽപ്പിച്ചാലും ഇതാ അവിടുത്തെ ദാസി. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേര് നൽകണം. അവൻ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും നാഥനായിരിക്കും. ഇതാ കർത്താവിന്റെ ദാസി, അവിടുത്തെ തിരുവിഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. ദൈവത്തിൻ്റെ തിരുവിഷ്ടം അതേപടി സ്വീകരിച്ച മറിയത്തിൻ്റെ പ്രതിസുതവരനായിരുന്ന ജോസഫ് അവളുടെയും കുടുംബത്തിൻ്റെയും കാവൽക്കാരനായി. ആ പുണ്യരാജാവിന് പവിത്രമായി ജനിക്കുവാൻ വഴിയൊരുക്കി. തനിക്കറിയാമോ, ലോകത്തിൻ്റെ രക്ഷകനായി പിറക്കുന്ന ആ പുണ്യ തേജസ്സിന് ജനിക്കാൻ ഒരു സത്രമോ വീടോ ഒന്നും തന്നെയില്ലായിരുന്നു. യൂദയായിലെ ബെത്ലഹേമിലെ ഒരു പുൽത്തൊട്ടിലിൽ അവൻ്റെ അമ്മയായ മറിയം അവന് ജന്മം നൽകി. ആ ജന്മദിനത്തിൽ ലോകം മുഴുവനും ആനന്ദിച്ച് കൊച്ചു മാലാഖ കുട്ടികൾ ആനന്ദ നൃത്തമാടി. എന്തിനാണ് ജനങ്ങൾ ഇത്രയും ആഹ്ലാദിച്ചത്? അതിന് മാത്രം എന്താണ് ഉണ്ടായത്? സകല പാപത്തിൽ നിന്നും മനുഷ്യന് മോക്ഷം നൽകാനെത്തിയവൻ്റെ ജനനത്തെ ഓർത്താണ് അവർ ആഹ്ലാദിച്ചത്. തങ്കത്തിങ്കൾ വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം, സങ്കല്പങ്ങൾ പൂത്തുവിടർത്തും സ്വർണ്ണ പൂന്തോട്ടം. മുറ്റത്തെ ഒരു നക്ഷത്രം ഒറ്റയ്ക്കെത്തിക്കാവൽ നിൽക്കും. സ്വർഗത്തിൻ ഒരു സംഗീതം വിണ്ണിൽ നിന്നും മാലാഖമാർ പാടും. തങ്കത്തിങ്കൾ 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 വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം, സങ്കൽപ്പങ്ങൾ പൂത്തുവിടർത്തും സ്വർണ്ണ പൂന്തോട്ടം.
ചിത്തിരമുത്തു വിളക്ക് തിരികൊളുത്തും മണിമിഴി അഴകിൽ ചിത്തിരമുത്തു വിളക്ക് തിരികൊളുത്തും മണിമിഴി അഴകിൽ കിഴക്കിലുദിച്ചൊരു ചിത്രം വരഞ്ഞു തരും രവികിരണങ്ങളിൽ കണ്ണിലെ കാവലായി എന്നിലെ പാതിയായി എന്നുമെൻ യാത്രയിൽ കൂടെ വരുമോ തങ്കത്തിങ്കൾ വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം സങ്കൽപ്പങ്ങൾ പൂത്തു വിടർത്തും സ്വർണ്ണപ്പൂന്തോട്ടം നനയാതെ മനം നനഞ്ഞുവോ അറിയാതെ സ്വയം അറിഞ്ഞുവോ സൂര്യനും ചന്ദ്രനും സാക്ഷിയായി നിൽക്കവേ സ്വർഗ്ഗമേ മണ്ണിലേക്കിറങ്ങുമിവിടെ തങ്കത്തിങ്കൾ വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം സങ്കൽപ്പങ്ങൾ പൂത്തു വിടർത്തും സ്വർണ്ണപ്പൂന്തോട്ടം മുറ്റത്തെ ഒരു നക്ഷത്രം ഒറ്റയ്ക്കെത്തിക്കാവൽ നിൽക്കും സ്വർഗ്ഗത്തിൻ ഒരു സംഗീതം വിണ്ണിൽ നിന്നും മാലാഖമാർ പാടും തങ്കത്തിങ്കൾ 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 വാനിലൊരുക്കും വർണ്ണക്കൊട്ടാരം സങ്കൽപ്പങ്ങൾ പൂത്തു വിടർത്തും സ്വർണ്ണപ്പൂന്തോട്ടം ഈ ആഘോഷങ്ങൾ എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? എനിക്കിതുവരെ ഒന്നും മനസ്സിലായില്ല. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മകനെ, ഈശോ എപ്പോഴും അവൻ്റെ മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും അവരെ അവരുടെ ജോലികളിൽ സഹായിക്കുകയും ചെയ്തിരുന്നു. മാതാപിതാക്കന്മാർ എനിക്കില്ല. അവർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്നേഹിച്ചേനെ. അത് ശരി. എന്നാൽ നീ പേടിക്കേണ്ട. എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു കരുണാമയനെയാണ് ഞാൻ നിനക്ക് പരിചയപ്പെടുത്തുന്നത്. അവൻ്റെ ജീവിതം മാതൃകയാക്കുന്നവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. കരുണാമയൻ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. ഉണ്ട്. നീ അവനെ അറിഞ്ഞാൽ മാത്രം മതി. ഇതാരൊക്കെയാ? ആഹാ, കൂടെ മറിയവുമുണ്ടല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? 2-3 ദിവസമായി ഞങ്ങൾ വരണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. യേശു യേശു അവൻ കുറച്ച് വെള്ളമെടുക്കാൻ പോയതാണ് മക്കളെ. ഈ വെയിലത്ത് ഇത്രയും ദൂരം ആ കുട്ടി ഒറ്റയ്ക്ക് വെള്ളം എടുക്കാൻ പോയെന്നോ? അതെ, എന്ത് ചെയ്യാം? ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ അവൻ എന്ത് സങ്കടമാണെന്നറിയുമോ? യേശുവിൻ്റെ ജീവിത രീതി കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. ഇത്രയും ചെറിയ പ്രായത്തിലുള്ള അവൻ്റെ ജ്ഞാനവും അറിവുമൊക്കെ. ദേ വന്നല്ലോ. എത്ര നാളായി നിന്നെ കണ്ടിട്ട്. യോസേ, ഇത് ഞാൻ നിനക്കായി ഉണ്ടാക്കിയതാണ്. നിങ്ങൾ എന്താ ഇതുവരെ വരാതിരുന്നത്? ഹായ്, എത്ര മനോഹരമാണിത്. കളിപ്പാട്ടം യേശു ഉണ്ടാക്കിയതുകൊണ്ട് കൃത്യമായി പ്രവർത്തിക്കുന്നുമുണ്ട്. ശരിയാണ്, പക്ഷേ കൃത്യമായി പ്രവർത്തിക്കുന്ന സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും
ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സമസ്തത്തിനെയും സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മഹത്വം നിങ്ങൾ എന്തേ ചിന്തിക്കുന്നില്ല? അതെ, ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. യേശു, ഇപ്പോൾ ഇങ്ങനെയുള്ള പണികളൊന്നും നീ ചെയ്യേണ്ട. വലിയ പണികളെല്ലാം നീ വലുതാകുമ്പോൾ അപ്പൻ പറഞ്ഞു തരാം. നിങ്ങൾ കുട്ടികൾ പുറത്തുപോയി കളിച്ചുകൊള്ളൂ. അല്ല, നിങ്ങൾ തിരുനാളിന് ജെറുസലേമിൽ പോയ കാര്യമൊന്നും പറഞ്ഞില്ല. ഒന്നും പറയണ്ട, അത് ഒരു വലിയ കഥ തന്നെയാണ്. എന്തു പറ്റി? മറിയാം, അതൊന്ന് പറഞ്ഞു കൊടുക്കൂ. ഞങ്ങൾ എത്ര ഭയപ്പെട്ടു എന്നറിയാമോ? 3 ദിവസം. അതിന് 3 യുഗത്തിന്റെ ദൈർഘ്യമുണ്ടെന്ന് വേണം പറയുവാൻ. കാര്യം എന്തെന്ന് പറയേ? എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഞങ്ങൾ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിപ്പോണു. യേശു ആകട്ടെ പോന്നതുമില്ല. എന്നിട്ട് ജ്യേഷ്ഠൻ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്തു പറയുവാനാണ്? ഞങ്ങൾ കരുതിയത് യേശു ഞങ്ങളുടെ യാത്രാസംഘത്തിൽ കാണുമെന്നായിരുന്നു. അപ്പോഴേക്കും യാത്ര 1 ദിവസം പിന്നിട്ടിരുന്നു. 1 ദിവസമോ? അതെ, അവൻ കൂടെയില്ല എന്നറിഞ്ഞ നിമിഷം നിർവചിക്കാൻ സാധ്യമല്ല. മരണതുല്യം തന്നെ. ഞങ്ങൾ യാത്രാസംഘത്തിലെ എല്ലാവരോടും അന്വേഷിച്ചു. ആരും അവനെ കണ്ടില്ല. ഞങ്ങൾ തിരിച്ച് ജെറൂസലേമിലേക്ക് തന്നെ പോയി. തിരികെ ജെറുസലേമിലേക്കുള്ള യാത്ര, അത് ചിന്തിക്കുവാൻ പോലും എനിക്ക് സാധ്യമല്ല. യേശു കൂടെയില്ലാത്ത ആ അവസ്ഥ പറഞ്ഞറിയിക്കാൻ തന്നെ പ്രയാസം. എന്നിട്ടോ? 3-ാം ദിവസം ഞങ്ങൾ അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു. അവനെ കണ്ട നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഉടൻ ഞാൻ ചോദിച്ചു, മകനെ, നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? നിന്റെ പിതാവും ഞാനും എത്രമാത്രം ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ മറുപടി കേൾക്കണ്ടേ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന്. ദേവാലയത്തിൽ അവൻ എന്ത് ആശാരിപ്പണിയാണോ ചെയ്യുന്നത്? ആശാരിപ്പണിയോ? അവൻ വേദശാസ്ത്രികളുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയുമായിരുന്നില്ലേ? ശരിയാണ്. അവൻ്റെ ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവൻ്റെ ജ്ഞാനത്തിൽ അവർ അത്ഭുതപ്പെട്ടു. അവൻ ഉന്നതനാകുമെന്ന് ഞങ്ങൾക്കറിയാം. അവന്റെ അറിവും ജ്ഞാനവും ഇന്നാട്ടിൽ ആർക്കാണ് അറിയാത്തത്? അതെ, അവൻ അത്ഭുത ശിശുവല്ലേ. യഹോവ അവനെ നയിക്കട്ടെ. കാര്യം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ പോയിക്കോട്ടെ. ഭക്ഷണം കഴിഞ്ഞാകാം. വേണ്ട, ഇനി വേറൊരു ദിവസമാക്കാം. കുട്ടികൾ എന്തിയേ? അവർ വരുന്നുണ്ട്. 6 വർഷങ്ങൾക്ക് ശേഷം എന്താ മുത്തശ്ശേരി, ശബ്ദം മാത്രമേ ഉള്ളല്ലോ, ചിന്തേര് വീഴുന്നില്ലല്ലോ. അത് ചിന്തേരിൻ്റെ ശബ്ദമാണോ അതോ ആശാരിയുടെ ശ്വാസം മുട്ടലിൻ്റെതാണോ? എടോ, കൂടുതൽ കാര്യം പറയാതെ പുള്ളിക്കാരി കൊണ്ടുവന്നത് വല്ലതും വാരി വലിച്ചങ്ങ് കഴിക്കുക. പിന്നെ എനിക്കാണ് പ്രായമായി, അതുകൊണ്ട് അല്പ ക്ഷീണവുമുണ്ട്. ചേട്ടന് കുറച്ചൊന്നുമല്ല, അധികം ക്ഷീണമുണ്ട്. ജോസഫേ, ഞാനില്ലാതെ ഇവിടെ തടിക്കണക്കുകൾ ആരെടുക്കും? അതോർത്ത് പേടിക്കണ്ട, ഇവിടുത്തെ യേശുവിനെ അറിയാത്തതായി ഒന്നും തന്നെയില്ല. മോനെ യേശു, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ പോയിട്ട് വാ. അപ്പൻ പിന്നെ പോയി കഴിച്ചുകൊള്ളാം. സാരമില്ല, അപ്പൻ പോയിട്ട് വാ, ഞാൻ പിന്നെ കഴിച്ചോളാം. കൊള്ളാമല്ലോ, യേശുവിന് വിശപ്പുമില്ല ദാഹവുമില്ല. ആശാരിപ്പണി ശരിക്കും ഇഷ്ടപ്പെട്ട മട്ടാണല്ലോ. അതാണ് പണിയോടുള്ള സ്നേഹം. നിങ്ങൾ വെറുതെ സംസാരിച്ച് സമയം കളയാതെ ഭക്ഷണത്തിന് തയ്യാറാകൂ. ശരിയാണ്, ഭക്ഷണം സമയത്തിന് കഴിക്കുക, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നതാണ് നമ്മുടെ ധർമ്മം. ഒപ്പം മാതാപിതാക്കളെയും സഹായിക്കുക. യേശു പറയുന്നതാണ് ശരി. വന്നാട്ടെ, കഴിക്കാം. ശരിയാണ്, യേശു മറിയത്തെ വരെ അടുക്കള കാര്യങ്ങളിൽ സഹായിക്കുന്നുണ്ട്. കൂടുതൽ സംസാരിച്ച് സമയം കളയാതെ ഭക്ഷണം കഴിച്ചിട്ട് പണി ആരംഭിക്കാം. നിങ്ങൾ വരൂ, ഞാൻ വിളമ്പിത്തരാം.
നോക്കൂ, എത്ര മനോഹരമായ വീട്ടുപകരണങ്ങൾ ഞാൻ ഇതുവരെയും എങ്ങും കണ്ടിട്ടില്ല. അതെ, എല്ലാം മനോഹരമാണ്. എല്ലാത്തിനും എൻ്റെ ഒരു കൈപ്പണിയുണ്ടേ. അല്ല, ഭവതി കാണിച്ചത് മൂത്താശ്ശേരി പണിതതല്ല, ഞാൻ പണിതത് തന്നെയാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരും പണിതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയരുത്. ഇവിടെ ഉള്ളതെല്ലാം എല്ലാവരുടെയും പരിശ്രമത്തിന്റെ ഫലമാണ്. ഇതെല്ലാം മനോഹരമാണ്, എല്ലാം കൊള്ളാം. അതനുസരിച്ച് വിലയും കൂടുതലായിരിക്കും. ഞങ്ങൾ ഒരു സാധാരണക്കാരാണേ. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ആദ്യം സാധനങ്ങൾ ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. ജോസഫേ, ആ കാണിച്ചതിന് എത്ര ദിനാറ വേണം? അതിന് ദിനാറ അല്പ കൂടുതലാണ്. കാരണം പണി കൂടുതൽ ചെയ്തതാണ്. മൂത്താശ്ശേരി, ഇനിയും വാചം പഠിക്കാതെ ഇങ്ങോട്ട് വന്നേ, വല്ലതും കഴിക്കാം. അതാണ് നല്ലത്. രണ്ടുപേരും പോയി വല്ലതും കഴിച്ചോളൂ. വില നിങ്ങൾ തന്നെ പറയൂ. ഓ, അത് തീരെ കുറഞ്ഞു പോയി. അപ്പാ, അവർ അത് ആഗ്രഹിച്ചതല്ലേ, കൊടുത്തേക്കും. അവർ പറഞ്ഞ തുക മൂല്യമായി ഞാൻ കാണുന്നു. സന്തോഷം. യേശുവിനെ പോലെ